എന്നെങ്കിൽ കുടിയിരിക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാനാണ് നിങ്ങളുടെ സ്വന്തം അരുൺ. ഇതെൻ്റെ ആദ്യത്തെ വോയിസ് ഓവറാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി കം ടു ദ പോയിന്റ്. എൻ്റെ വൈഫും കുഞ്ഞും തുലീപ് കാണുമെന്ന് പറയുമ്പോൾ ഞാൻ കുമാരി, അതായത് അന്യ സിനിമയിൽ കുമാരി പാട്ട് കാണിക്കുമായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം രക്ഷയില്ല. അവൾ പറഞ്ഞ എൻ്റെ അടുത്ത് ലൈവായിട്ട് എനിക്ക് ഫാം ഹൗസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടു. അപ്പോൾ ഡ്യൂട്ടിയൊക്കെ ഉണ്ടെന്ന് ഒന്നും പേടിക്കണ്ടെങ്കിൽ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, വണ്ടി മാത്രം അങ്ങോട്ട് ഓടിച്ചാൽ മതി. അങ്ങനെ 45 മിനിറ്റ്സ് ഡ്രൈവ് ചെയ്ത് എത്താനുള്ള തുലീപ് ഫാം ഹൗസ് ആണിത്. ഞാൻ ഷെഫിലാണ്. ഷെഫിൽ നിന്ന് 45 മിനിറ്റ്സേ ഉള്ളൂ. ഇത് വന്നിട്ട് കുപ്ലി ഫാമേഴ്സ് നടത്തുന്ന തുലീപ് ഫാം ഹൗസ് ആണ്. ഇത് ലൊക്കേഷൻ എവിടെയാണെന്ന് പറയുമ്പോൾ UK ഫെദർസ്റ്റോൺ എന്ന് പറയുന്ന സ്ഥലമാണ്. ആദ്യം ഫാം ഹൗസ് എൻട്രൻസ് കയറിയപ്പോൾ തന്നെ പറഞ്ഞു 6:30 ആകുമ്പോൾ ക്ലോസ് ചെയ്യും. അതിന് മുന്നേ എല്ലാവരും 6 o'clock വരുമ്പോൾ നിങ്ങൾ പുറത്ത് വരണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാനും പോയി. ഓക്കെ, അത്ര സമയമൊന്നും എടുക്കില്ല. ഞങ്ങൾ 3:45 അപ്പോയിൻമെൻറ്റ് ടിക്കറ്റാണ് എടുത്ത് പോയത്. അപ്പോൾ അത്ര ഒന്നും പോകില്ല. ഞങ്ങളിപ്പോൾ ഇതാ വന്നെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കയറിയത്. പക്ഷേ ഞാനും കവടിയാറ് പിന്നെ ഊട്ടി ഇങ്ങനെ ഒത്തിരി ഫ്ലവർ ഷോ ഒക്കെ കണ്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ടെന്നുള്ളൊരു ആ മൈൻഡ് സെറ്റിലാണ് അകത്ത് കയറിയിട്ട് ഈച്ച് പേഴ്സൺ 8 പൗണ്ടാണ്. അപ്പോൾ ഇത് ഓർത്താണെന്ന രീതിയിൽ ഓർത്താവോ എന്നുള്ള മൈൻഡ് സെറ്റിലാണ് ഞങ്ങൾക്ക് കയറിയപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് അവർ ഫാമിലി എല്ലാം ഞങ്ങളോട് ജോയിൻ ചെയ്തു. അപ്പോൾ ഞാനത് ഒത്തിരി കണ്ടിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് ഞങ്ങൾക്ക് കയറിയപ്പോൾ ഓർത്താണെന്ന് ചോദിച്ചാൽ എൻ്റെ മോനെ പറയാതിരിക്കാൻ വയ്യ. ഓർത്തല്ല, കിക്കിടില്ലെന്ന് പറയാമല്ലോ, ആ രീതിയിൽ പറയാം. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ്. ഞാൻ പോയിട്ട് എത്ര മിനിറ്റ് കൂടി പോയി, ഒരു 10 മിനിറ്റ് സ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു പോയി. ഞാൻ അവിടെ പോകുന്നു, ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു, സ്ലോ മോഷൻ എൻ്റെ മോളെ കൈപിടിച്ച് ടിക്ടോക്കിന് എടുക്കാനുള്ള വീഡിയോ ഒക്കെ എടുക്കുന്നു. ഒരു സൈഡ് തന്നെ ഞാൻ എത്ര മണിക്കൂർ സ്പെൻഡ് ചെയ്ത് എനിക്ക് അറിഞ്ഞൂടാ. അവിടെ ഓറഞ്ച് കളർ ഫ്ലവർ ഉണ്ട്, പിങ്ക് കളർ ഫ്ലവർ ഉണ്ട്, വൈറ്റ് കളർ ഫ്ലവർ ഉണ്ട്, വെറൈറ്റി ആയിട്ട് ഫ്ലവേഴ്സ്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റുമോ? നമ്മുടെ നാട്ടിൽ ചെയ്തത് എന്താണെന്ന്. അപ്പം ഞാൻ വീണ്ടും അവിടെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഈ പാട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് കുമാരി, ആ പാട്ട് എൻ്റെ മനസ്സിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഇതൊക്കെ പിള്ളേർക്കൊക്കെ പോകുമ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ മോളൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അവിടെ അടുത്ത് ഞാൻ സ്റ്റാർട്ടിങ് അച്ഛൻ സ്ലോ മോഷൻ എടുക്കും, പതുക്കെ മക്കൾ ഓടണം എന്ന് പറഞ്ഞു. അവൾ ഈ തുടക്കം തൊട്ട് ഈ വീഡിയോ അവിടെ തിരിച്ച് വരുന്നവരെ നിർത്താതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വീഡിയോ നിങ്ങൾക്കിപ്പോൾ കാണാം. അത്രയ്ക്ക് അടിപൊളിയാണ്. ഈ മസിൽ പിടിച്ച് ഈ പോയി ഞാൻ തന്നെ ആ ഫ്ലവർ കണ്ട് കുട്ടിയമ്മാവ, ഞാൻ നെട്ടിയമ്മാവെന്ന് ആവശ്യമില്ലായി. ആ ഫ്ലവേഴ്സിൻ്റെ അറേഞ്ച്മെൻ്റ് ഒക്കെ കാണണം, അടിപൊളിയാണ്, സൂപ്പറാണ്. നമുക്ക് അത് ഒരാൾക്ക് സഞ്ചരിച്ച് പോകാനുള്ള അതിൻ്റെ ഗ്യാപ്പും ആ ഫോട്ടോ എടുക്കാൻ സംവിധാനവും എല്ലാം നല്ല ഒരു ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്ത് കളർഫുള്ളും തന്നെ പറയണം. കളർഫുള്ളെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും അടിപൊളി. പിന്നെ പിള്ളേർക്ക് റൈഡ് ചെയ്യാൻ റൈഡ്സ് എല്ലാം ഉണ്ട്. இந்த வீடியோ பிடிச்சிருந்தா லைக், ஷேர், சப்ஸ்கிரைப் பண்ணுங்க. அப்புறம் பெல் ஐக்கானை ப்ரெஸ் பண்ணுங்க. இது போல நோட்டிஃபிகேஷன் பேரை ஃபாலோ பண்ணுங்க. நன்றி, வணக்கம்.